ഒരു തണ്ണിയാസനമായാലോ? കുടിച്ച് ബോധം പോയ മനുഷ്യൻ പോലീസിനെ ചെയ്തത് കണ്ടാൽ നിങ്ങളൊന്ന് ഞെട്ടും. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ന്യൂ ഇയറിന്റെ ഹാങ് ഓവർ ഒക്കെ മാറിയോ എല്ലാവർക്കും? അതോ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അതുപോട്ടെ, ന്യൂ ഇയറിൽ എടുത്ത പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ ഇപ്പോഴും കറക്റ്റായി തന്നെ പോകുന്നുണ്ടോ? ന്യൂ ഇയറിന്റെയും ക്രിസ്മസിന്റെയും വ്യത്യസ്ത തരം ആഘോഷങ്ങൾ കേരളം മുഴുവനായി പല തരത്തിൽ ആളുകൾ പൂർത്തിയാക്കി. അതിൽ കുറച്ച് വ്യത്യസ്ത തരം കലാപരിപാടികൾ നമുക്കൊന്ന് കണ്ടാലോ? നമ്പർ 25, അപ്പാപ്പന്റെ കലക്കൻ ഷോട്ട്. ഈ അപ്പാപ്പനെ കണ്ടോ ഗൈസ്? പുള്ളി പട്ടാളത്തിലായിരുന്നെന്ന് തോന്നുന്നു. തോക്കുകൊണ്ട് വെടിവെക്കണ പോലെയല്ലേ ആ ഫോണിന്റെ ഷട്ടർ പുള്ളി അമർത്തുന്നത്. ആ എടുപ്പ് കണ്ടാൽ തന്നെ അറിയാം ഒരു ഷോട്ട് പോലും പുള്ളി മിസ്സാക്കിയിട്ടില്ലെന്ന്. എന്നാലും ഒരു ഫോട്ടോ എങ്കിലും മര്യാദയ്ക്ക് സേവ് ആയാൽ മതിയായിരുന്നു. ഇതൊക്കെ എന്ത്? നമ്പർ 24, 4 കാലൻ അളിയൻ. അളിയന്മാരോടൊപ്പം 2 പെഗ് അടിച്ചത് മാത്രമേ അളിയൻ ഓർമ്മയുള്ളൂ. തിരിച്ച് വീട്ടിൽ എങ്ങനെ പോകണമെന്ന് പോലും പുള്ളിക്ക് കൺഫ്യൂഷനായി പോയി. ബൈക്ക് എടുത്ത് പോകാമെന്ന് വെച്ചാൽ ഈ ബൈക്കാണെങ്കിൽ തന്നിൽ നിന്നും ദൂരേക്ക് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാ. എന്തവസ്ഥയാ അല്ലേ? നടന്നടുക്കാൻ നോക്കുമ്പോൾ ബൈക്ക് മുന്നോട്ട് നീങ്ങി പോകുന്നു. ഇങ്ങനെയാകുമല്ലേ അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? 2 കാലും നിലത്ത് പോലും കുത്താൻ വയ്യാതെ ബൈക്കിന്റെ അടുത്ത് എങ്ങനെയോ എത്തിയതാ ആശാൻ. എന്നാൽ ബൈക്ക് അവിടെ എത്തിയപ്പോ പുള്ളി റിവേഴ്സ് ഗിയറിലായിപ്പോയി. എന്തായാലും ആ അവസ്ഥയിൽ വണ്ടി ഓടിക്കുന്നതിനേക്കാൾ നല്ലത് ആ തറയിൽ കിടന്നുറങ്ങുന്നത് തന്നെയാ. നമ്പർ 23, ഒരു തണ്ണിയാസനം. തണ്ണി അടിച്ചാൽ തല കറങ്ങും. എന്നാൽ ഇവിടെ ഒരാൾ ബോഡി മുഴുവനായി തലകീഴായി തിരിച്ചു വച്ചേക്കുവാ. യോഗയിലുള്ളവർക്ക് പോലും ഇതെന്ത് തരം ആസനമാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇത് കണ്ട് കൂടെയുള്ള ഡ്രിങ്കന്മാർ വരെ വണ്ടറടിച്ച് നിൽക്കുകയാ. പറയാൻ പറ്റില്ല, 2 എണ്ണം ഉള്ളിൽ ചെന്നാൽ ഈ ആസനമല്ല, ഇതിന്റെ അപ്പുറത്തെ ഐറ്റം പുള്ളിയുടെ കയ്യിലുണ്ടായിരിക്കും. നമ്പർ 22, എവിടെയോ എന്തരോ തകരാറ് പോലെ. ഒരു ഡീസന്റ് മനുഷ്യൻ പെട്രോൾ അടിച്ച് പൈസ കൊടുക്കാതെ മുങ്ങുന്നവരുടെ വീഡിയോ വൈറലാകുന്ന ഈ ടൈമിൽ എന്തിനാണ് പൈസ കൊടുക്കുന്ന ഈ മാന്യന്റെ വീഡിയോ കാണിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? എന്നാൽ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. QR ഇല്ലാത്ത സ്ഥലത്ത് സ്കാൻ ചെയ്ത് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുകയാണ് ഇയാൾ. ഇനി അറിയാതെ ചെയ്തതാണോ അല്ലെങ്കിൽ ബോധമില്ലാതെ നിൽക്കുകയാണോ എന്നൊന്നും അറിയില്ല. എങ്കിലും ആ മനസാരും കാണാതെ പോകരുത്. നമ്പർ 21, ഇനി ടച്ചിങ്സിനായി ആരും വിഷമിക്കണ്ട. എല്ലാ ക്ലാസ്മേറ്റ്സിന്റെ കൂട്ടത്തിലും ടച്ചിങ്സ് തിന്നാനായി വരുന്ന ഒരുത്തൻ കാണും. നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല, എന്റെ കൂട്ടത്തിൽ ഞാനാണ് കേട്ടോ ആ വിരുദ്ധൻ. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ വന്നവനെ പോലും ഈ മനുഷ്യൻ തോൽപ്പിച്ചു കളഞ്ഞു. അച്ചാറിനെ പോലും തോൽപ്പിച്ച് പേപ്പറിനെ ടച്ചിങ്സായി മാറ്റിയാണ് ഇവിടെ ഈ യുവാവ് വ്യത്യസ്തനായി മാറിയത്. അതിന് ചിലപ്പോ പൈസ ആവശ്യമില്ലായിരിക്കും. പാവം. നമ്പർ 20, മഴമുനി. ശക്തമായ സ്ഥലങ്ങളിൽ പോയിരുന്ന് ധ്യാനിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് പെരുമഴയത്ത് നടുറോഡിൽ ഇരുന്ന ഒരാൾ ധ്യാനത്തിൽ മുഴുകുന്നത് കാണുന്നത്. ഇനി പുള്ളി തപസ് ചെയ്തുണ്ടാക്കിയ മഴയാകുമോ അത്? അളിയ, ഇതിനെയാണോ സമാധി എന്ന് പറയുന്നത്? നമ്പർ 19, ബോധമില്ലേലും കയ്യിലിരിപ്പാപാരം തന്നെ. ഇനി ഇവൻ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാകുമോ? തണ്ണി കുടിച്ച് ബോധമില്ലാതെ വീഴാൻ പോയപ്പോ കൂട്ടിനടുത്തിരുന്ന പെണ്ണിനെ കൂടി വിളിച്ചതാ. അവൾ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അപ്പോൾ തന്നെ അവളുടെ കൂട്ടുകാരിയെ പിടിച്ചു. എന്തായാലും അടി കിട്ടാതെ പുള്ളി വീട്ടിലെത്തി കാണുമോ എന്തോ. നമ്പർ 18, കുട്ടിക്കാലത്തേക്കൊരു തിരിഞ്ഞുനോട്ടം. മഴ കുട. ഇതൊക്കെ പാടി മഴയത്ത് കുളിച്ച ഒരു കുട്ടിക്കാലം നമുക്കില്ലായിരുന്നോ ഗൈസ്? എന്നാൽ ബോധം നഷ്ടമായപ്പോ പുള്ളിക്കും ആ കുട്ടിക്കാലം ഓർമ്മ വന്നെന്നാ തോന്നുന്നേ. പെരുമഴ കണ്ടതും ആശാൻ നിർത്തിയിട്ട ഒരു ബസ്സിന് മുകളിൽ കയറി തന്റെ ഡാൻസിങ് തുടങ്ങി. ഒരു മിന്നൽ കൂടി അടിച്ചാൽ കാര്യങ്ങളെല്ലാം ഒരു തീരുമാനമായേനെ. സേട്ടന്റെ ഡാൻസിന് ഒരു ലൈക്ക് കൊടുക്കാൻ വിട്ടു പോകണ്ട. നമ്പർ 17, എല്ലാം ദൈവത്തിന്റെ കടാക്ഷം. എന്ത് കാര്യങ്ങളും ഭയഭക്തി ബഹുമാനത്തോടെ ദൈവത്തെ പ്രാർത്ഥിച്ചു തുടങ്ങണം എന്ന് ചെറുപ്പത്തിലേ അമ്മ പറഞ്ഞത് ഇപ്പോഴും പാലിക്കുന്ന ഒരു മകൻ. കണ്ടില്ലേ, കുടിക്കാനുള്ള ജ്യൂസ് ഗ്ലാസ്സിലാക്കിയിട്ട് എല്ലാ ദൈവങ്ങളെയും മന്ത്രം ചൊല്ലി ഉണർത്തി പൂർവികർക്ക് ഒരു പങ്ക് മാറ്റിവെച്ച് കുടി തുടങ്ങുന്നത്. പടച്ചോനേ ഞമ്മളെ കാത്തോളീന്നും പറഞ്ഞ്. നമ്പർ 16, അല്ല പിന്നെ വെള്ളം കുടിക്കണ്ടേ? അല്ല പിന്നെ, ദാഹിച്ചാൽ കുടിക്കാനുള്ള വെള്ളം സ്റ്റേഡിയത്തിൽ കയറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? സാൻഡ്വിച്ചിനുള്ളിൽ ഭദ്രമായി വെള്ളം കടത്തി യുവാവ് തന്റെ പ്രതിഷേധം അറിയിച്ചു. സ്റ്റോപ്പ് ഇറ്റ്. ദേ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ മൊത്തം നിങ്ങൾക്ക് നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിന് പാസൊന്നും അടിക്കണ്ട. ഫോൺ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ആക്കിയാൽ മാത്രം മതി. ഇനി ആളുകൾ നിന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് എന്ന് പറയണേ. നമ്പർ 15, ഡമ്മി എങ്കിൽ ഡമ്മി. മനുഷ്യരോട് സംസാരിച്ച് മടുത്തതുകൊണ്ടാകും പുള്ളി ഒരു ഡമ്മിയോട് അടിയുണ്ടാക്കി തന്റെ ഫ്രസ്ട്രേഷൻ തീർത്ത് കളയാമെന്ന് കരുതിയത്. എന്തു തന്നെ ആയാലും പുള്ളി അടിച്ച സാധനം എന്താണോ എന്തോ.
ഇങ്ങനെ ഒരു സീൻ നമ്മുടെ ഒരു മലയാളം സിനിമയിലുമുണ്ടേ? ഉത്തരം അറിയുന്നവർ ഒന്ന് കമന്റ് ഇടാമോ? നമ്പർ 14. അണ്ണന് ടഫ് സ്റ്റെപ്സ് മാത്രമേ വശമുള്ളൂ. ഏത് ഡാൻസ് സ്കൂളിൽ പഠിപ്പിക്കും ഇത്രയും ടഫ് സ്റ്റെപ്പുകൾ? എന്ത് സാധനമാണെന്നറിയില്ല. എന്തായാലും അണ്ണൻ ഫാൻ പോലെ നിർത്താതെ കറങ്ങുന്നുണ്ട്. എന്നാലും കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചാൽ ഇങ്ങനെ നാഗവല്ലിയായി മാറാൻ കഴിയുമോ? ഒരു ഗംഗവിളിയിലാണ് അണ്ണൻ ഒന്ന് ശാന്തനായി മാറിയത്. നമ്പർ 13. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. അല്ലേലും ഒരു പരിപാടിക്ക് ഡാൻസ് കളിച്ചൊക്കെ ശ്രദ്ധ നേടാൻ എല്ലാവരെയും കൊണ്ട് പറ്റും. എന്നാൽ ഒന്നും ചെയ്യാതെ ആളുകൾ ശ്രദ്ധിക്കണമെങ്കിൽ ഒരു റേഞ്ചൊക്കെ വേണം. ഇനി നടുവെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അപ്പൂപ്പനെ 5 സ്റ്റാറിന്റെ പരസ്യത്തിൽ എടുക്കാൻ കൊള്ളാം. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. നമ്പർ 12. എങ്ങനെ ഒരു ചെരുപ്പിടാം? ഒരു ചെരുപ്പിടാനൊക്കെ എന്തൊരു കഷ്ടപ്പാടാ അല്ലേ? ഇടാൻ നോക്കുമ്പോൾ ആണെങ്കിൽ ആ ചെരുപ്പ് സ്ഥലം മാറി കളിക്കുകയാ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പുള്ളി ആ ചെരുപ്പ് ഇട്ടിരിക്കും എന്ന് തന്നെയാ പറഞ്ഞേക്കുന്നേ. ബട്ട് ഇപ്പോഴും അയാൾ അതിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ 11. കിസ് 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 കിസിക്. പണ്ടൊക്കെ പെണ്ണുങ്ങൾക്കായിരുന്നു പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തത്. എന്നാൽ പോലീസൊക്കെ സ്ട്രിക്റ്റ് ആയപ്പോ ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഒന്ന് ഒതുങ്ങിയതാ. അങ്ങനെ സമാധാനത്തിൽ ഇരിക്കുമ്പോഴാണ് ദേ പോലീസിനെ വരെ കയറി കിസ് അടിച്ചേക്കുന്നു. ഈ മഹാഭാവി പുഷ്പ മൂവി കണ്ടതിന്റെ ഹാങ് ഓവർ ആണോന്നറിയാൻ മേല. നമ്പർ 10. ജോലി മുഖ്യം ബിഗിലേ. വെള്ളം കുടിച്ചാലും ഇല്ലെങ്കിലും ജോലിയിൽ പുള്ളി കള്ളം കാണിക്കാറില്ല. എന്തുത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ യുവാവ് ആ ജോലി ചെയ്യുന്നതെന്ന് നോക്കൂ. ഒക്കെ ശരിയാണ്, എടുക്കുന്ന ലോഡ് കൃത്യസ്ഥലത്ത് തന്നെ എത്തണമെന്നില്ല. എങ്കിലും പുള്ളി ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? വൈകിട്ടത്തെ തണ്ണിക്കുള്ള ദുട്ടൊപ്പിക്കണ്ടേ? പിന്നെ എങ്ങനെ പണിയെടുക്കാതിരിക്കും? നമ്പർ 9. ബുദ്ധിമാന്മാരെ പറ്റിക്കാൻ നോക്കുന്നോ? ഷടാ, ഈ ഫ്രിഡ്ജ് മുഴുവൻ കാലിയാണല്ലോ. എന്നാ ഞാൻ ഈ പറ്റിപ്പിൽ വീഴില്ല മോനെ. ദേ നോക്കി, അകത്ത് കുപ്പികൾ അടുക്കിക്കൂട്ടി വെച്ചേക്കുവാണ്. ഇതെന്തോരം ഉണ്ട്. ഇതൊക്കെ എപ്പോ കുടിച്ച് തീർക്കാനാണിവൻ? ആരേലും അടിച്ചോണ്ട് പോയാലോ എന്നോർത്ത് ഫ്രിഡ്ജിന്റെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചതാ. കൊള്ളാം. നമ്പർ 8. ഇതൊക്കെ എന്ത്? ബോട്ടിൽ തുറക്കാൻ ഓപ്പണർ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഈ കാര്യത്തിൽ കുറച്ച് സ്കില്ല് മാത്രം മതി. എന്ത് ഈസിയായാണ് ഈ പെണ്ണ് കാലുകൊണ്ടത് ഓപ്പൺ ആക്കിയതെന്ന് നോക്കിയേ. ഇനി ഇതെല്ലാം കണ്ട് നമ്മൾ ഓപ്പൺ ആക്കാൻ നോക്കിയാൽ ഇതാകും അവസ്ഥ. എന്നാൽ ഒരു സബ്സ്ക്രൈബ് കൂടി ഇട്ടോ. നമ്പർ 7. പാവത്തിന്റെ അന്നത്തിൽ കൈയിട്ട് വാരികൾ. കുടിക്കാൻ ഫോറിൻ ജ്യൂസ് ഒക്കെ വാങ്ങി വന്നു. അപ്പോഴാണ് ടച്ചിങ്സ് വാങ്ങാൻ മറന്നുപോയ കാര്യം ഓർത്തത്. ഒന്നും നോക്കിയില്ല. പാവപ്പെട്ട പട്ടിയുടെ അന്നത്തിൽ തന്നെ മഹാഭാവികൾ കൈയിട്ടിളക്കി. എന്ത് കാര്യമായിട്ടാ അവരത് ടച്ചിങ്സ് ആക്കിയതെന്ന് നോക്കിയേ. ആ ഫുഡിന്റെ ഉടമസ്ഥനാണെങ്കിൽ നിസ്സഹായനായി പുറത്തുനിന്ന് നോക്കുന്നതും വീഡിയോയിൽ നമുക്ക് കാണാം. നമ്പർ 6. എക്സസൈസ് പുള്ളിക്ക് നിർബന്ധ. വ്യത്യസ്തമായ ഒരു ഇനമാണ് ഗൈസ് ഇത്. ബാറിൽ നിന്നും ഡയറക്റ്റ് ഇറങ്ങിയത് ഒരു എസ്കലേറ്ററിന്റെ മുന്നിൽ. പിന്നെ ഒന്നും നോക്കിയില്ല, ആഞ്ഞു വെച്ച് നടത്താൻ തുടങ്ങി. പക്ഷേ മണിക്കൂർ 2 ആയിട്ടും പുള്ളി മുകളിൽ എത്തിയില്ല. കെട്ടിറങ്ങുന്നതുവരെ അയാൾ അവിടെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് കണ്ടു നിന്നവർ പറയുന്നത്. എന്തായാലും കൊള്ളാം, കുറച്ചധികം കാലറി ബേൺ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പുള്ളി. നമ്പർ 5. ഒറ്റയ്ക്ക് വന്നവൻ മോൺസ്റ്റർ. കൂട്ടുകാരോടൊപ്പം നിന്ന് സ്റ്റെപ്പ് ഇടാൻ പലർക്കും പറ്റും. എന്നാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് അന്യായ സ്റ്റെപ്പ് ഇടാൻ ചിലരെ കൊണ്ടേ പറ്റൂ. പുള്ളി കുടിച്ച ഐറ്റം എന്തായാലും നല്ല കോൺഫിഡൻസ് കൊടുക്കുന്ന ഐറ്റം ആണെന്ന് തോന്നുന്നു. അത് പവർ കിക്ക്, സൂപ്പർ കിക്ക്. നമ്പർ 4. ഹൗ ക്രൂവൽ. അന്യായ മോഷണത്തിന്റെ കഥയാണ് സുഹൃത്തുക്കളെ. പാവം ആ അഴിഞ്ഞ മുണ്ടൊന്ന് നേരെ ഉടുക്കാനായി കയ്യിലുള്ള കുപ്പി താഴോട്ടൊന്ന് വെച്ചതാ. ഒരു മഹാഭാവി അടിയിലൂടെ വന്ന് ആ കുപ്പി വരെ അടിച്ചു മാറ്റി ഓടിക്കളഞ്ഞു. ഈ സൊസൈറ്റി വെറും പറയുന്നത് ഇതുകൊണ്ടാണ് ഗൈസ്. നമ്പർ 3. ചങ്ങാതിയില്ലെങ്കിൽ കണ്ണാടി വേണം. പാർട്ടിയിൽ കാരണവർ കുറച്ച് കൂടുതൽ കുടിച്ചെന്ന് തോന്നുന്നു. കണ്ടില്ലേ, സ്വയം തന്നെ സംസാരിച്ച് കൂട്ടുകൂടുന്നത്. കണ്ണാടിയാണെന്ന് കൂടി മനസ്സിലാക്കാനുള്ള ബോധം പോലും പുള്ളിക്കില്ലാതെ പോയി. എന്തായാലും പുള്ളി കാര്യമായി എന്തൊക്കെയോ വിശേഷങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്താകുമോ എന്തോ. നമ്പർ 2. നൻപണ്ട. ഇതാകണമടാ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞാലും കൃത്യമായി തനിക്കുള്ള ജ്യൂസ് കൂട്ടുകാരൻ അളന്നൊഴിച്ചു കൊടുക്കുന്നത് കണ്ടോ? അന്ത മനസ്സടാ കടവുൾ. നമ്പർ 1. അപ്പൊ ശരി, വണ്ടി സ്റ്റാർട്ടാവാത്തതാണോ പുള്ളി ഉറങ്ങിപ്പോയതാണോ? ഓ, ഇതാത് തന്നെ, നല്ല വെറൈറ്റി റൈഡർ പാമ്പ്. നിൽപ്പൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല. ആ, പറഞ്ഞു തീർന്നില്ല, ദേ കിടക്കുന്നു. ശുഭം. ഗൈസ്, ആഘോഷങ്ങൾ എന്തു തന്നെയായാലും അവിടെയൊക്കെ ഒഴിച്ചുകൂട്ടാൻ കഴിയാത്ത ഒന്നായി ഈ മദ്യം മാറിയിട്ടുണ്ട്. ഈ മദ്യപാനമൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നൊക്കെ മനസ്സിലാക്കിയാൽ നന്ന് കേട്ടോ. എന്തോരം തരം പാമ്പുകളെയും അവരുടെ സ്കില്ലുകളെയുമാണല്ലേ ഈ പ്രത്യേകതരം ജ്യൂസ് ഇറക്കിവിടുന്നത്. അടിച്ചു കോമാളികളായി നടക്കുന്നവരാണ് ചില ആളുകൾ. എന്തു തന്നെയായാലും ഒരു കുടുംബം മുഴുവനായി നശിപ്പിച്ചു കളയാൻ ഈ ജ്യൂസിന് കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കണേ. പിന്നെ ഒരു ഷെയർ കൂടി അടിച്ചേരെ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ ന്യൂ ഇയർ ഡിസിഷൻസ് ഒന്നും വിട്ടേക്കാതിരിക്കാൻ ശ്രമിക്കണേ.